ഒരു അഹങ്കാരമില്ല. ഞാനായിരുന്നെങ്കിൽ 1,00,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. യേശു പറയുന്നത് തന്നെ ആശയം തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിലുള്ളത്. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം ആക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ. ഈ പിണറായി ഹിന്ദു പ്രാന്തനല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞ് ഞാൻ അത് വർഗീയതയിൽ കിടക്കുന്നില്ലേ? പിന്നെ കോൺഗ്രസ് പിന്നെ എന്നതാ? ഇവിടെ മുല്ലപ്പെരിയാർ കൊട്ടാരമായിട്ട് നിങ്ങൾ പേടിച്ച് 35 ലക്ഷം ജനത ജീവൻ പോകുന്ന കാര്യമാണ്. ഇതൊന്നും ചർച്ചയില്ലല്ലോ. ഒരു IPS മറ്റേ ഇതുപോലെ ചേറ്റയായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു. എന്ത് സങ്കടകരം. TV അൻവർ രണ്ട് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇടതുപക്ഷ കാഴ്ചപ്പാടെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റുമായിട്ട് രക്ഷപ്പെടുന്ന എനിക്ക് ഒരു എതിരുമില്ല. അവരെങ്കിലും നന്നായി വരട്ടെ. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ നിയമം ഉണ്ടാക്കണമെന്ന് അഭിപ്രായക്കാരനെ വർത്തമാനം പറയുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ചെയ്യും. തമിഴ്നാടിൻ്റെ ജനങ്ങളുടെ ആവശ്യമാണ് അവിടെ ഡാം പുതിയത് പണിയേണ്ടത്. അത് ആ തമിഴ്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആളില്ലെന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ പറയുന്നത്. ഇവിടുത്തെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തമിഴ്നാട്ടിൽ ഒന്നാന്തരം തോട്ടങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടെ അന്വേഷിക്കാം. ഈ കെട്ടിടത്തിൻ്റെ തറയില്ലേ, തറയുടെ താഴെ വെള്ളം ഒഴുകാന്ന് പറയുമ്പോൾ കെട്ടിടമുണ്ട്. അതാണ് മുല്ലപ്പെരിയാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നേരിട്ട് കണ്ടവനെ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടം തോന്നുന്ന നേതാവ് ആരാന്ന് വെച്ചാൽ കേൾക്കണം. ഞാൻ ചാടി വെച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഒറ്റ ഓപ്പിറക്കുന്ന ഒറ്റ എടിയും വെച്ച് വിടും. മൈക്ക് ചാടി അങ്ങോട്ട് കയറി. അങ്ങനെ ചെയ്ത കരുണാകരൻ ആ മനുഷ്യനെ മറക്കാൻ പറ്റില്ല. ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ. നേതാവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പൂഞ്ഞാറിൻ്റെ സ്വന്തം PC ജോർജ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് നേതാവിൻ്റെ ഈ എപ്പിസോഡിലും തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പത്തനംതിട്ട സീറ്റിൽ അങ്ങുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ഒരു സീറ്റും കൂടി. ഒരു സീറ്റല്ല, ഞാനത് പറയുമ്പോൾ ഒരു അഹങ്കാരമായിട്ട് കണക്കാക്കരുത്. എനിക്ക് ഒരു അഹങ്കാരമില്ല. ഞാനായിരുന്നെങ്കിൽ 1,00,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. അത് ഏത് ജനത്തോട് ചോദിച്ചോളൂ. എന്ന് മാത്രമല്ല, ഞാൻ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് തിരുവനന്തപുരം ജയിച്ചേനെ. മന്ത്രി നമ്മുടെ കേന്ദ്രമന്ത്രി മത്സരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ മാത്രമല്ല, മുരളീധരൻ ജയിക്കുമായിരുന്നു. നമ്മുടെ മറ്റേ സ്ത്രീ 3,00,000 വോട്ട് വിളിച്ചതാണ് ശോഭ. ഒരു 4 സീറ്റിലേക്ക് 5 സീറ്റിലേക്ക് BJP പോയേനെ ലോക്സഭ. ഇവർ ഒറ്റ സീറ്റ് നശിപ്പിച്ചുകൊണ്ട് മുഴുവൻ പോയി. അതൊരു സത്യമാണ്. അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് മത്സ്യത്തൊഴിലാളികളെ ലാറ്റിൻ കാത്തലിൻ്റെ പിന്തുണ കിട്ടിയ ഇങ്ങനെ ജയിച്ചത്. ഞാൻ പോയി കണ്ടതാണ്. 2 പ്രാവശ്യം പോയതാണ്. അവർ അവസാനം നമുക്ക് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ബിഷപ്പ് ഉൾപ്പെടെ അപ്പുറം പോയത്. ഞാൻ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്യുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈസിയായിട്ട് ജയിച്ചേനെ. അതൊക്കെ നശിപ്പിച്ചത് ഏതോ വിവരം കേട്ടവന്മാരുടെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചത്. തിരുവനന്തപുരത്തായാലും അവസാന ഘട്ടം ആ ഒരു മത്സ്യത്തൊഴിലാളികളുടെ അവിടെ എണ്ണുമ്പോഴാണ് ശശി തരൂർ കയറി വരുന്നത്. അടുത്ത നിയമസഭ അയാളെ ജയിപ്പിച്ചിട്ട് എന്ത് കിട്ടി പറയട്ടെ? അയാൾ ലോകപൗരനാന്ന് പറഞ്ഞ് കിടക്കുക. അയാൾ ലോകം മുഴുവൻ പൗരനാന്ന് പറഞ്ഞ് നടന്നിട്ട് കേരളത്തിന് വല്ല തിരുവനന്തപുരത്ത് വല്ല ഗുണമുണ്ടോ? അതാ ഞാൻ പറഞ്ഞു. മനുഷ്യൻ വോട്ട് ചെയ്യുമ്പോൾ നോക്കണ്ടേ. ഇദ്ദേഹം ജയിച്ച് പോയിരുന്ന അവിടെ കേന്ദ്ര നിയമമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ ആണ്. എന്തെല്ലാം നേട്ടം ഈ കേരളത്തിന് കിട്ടുമായിരുന്നു. ഇതൊക്കെ കണക്കാക്കണ്ടേ മനുഷ്യൻ? ഈ സങ്കുചിതമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നശിപ്പിക്കുന്നത് ശരിയാണ്. ആ തിരുവനന്തപുരംകാർ കേരളത്തെയാണ് നശിപ്പിച്ചത് നോക്കണം. തിരുവനന്തപുരംകാർ നേരത്തെ സാറ് പറഞ്ഞ പോലെ ക്രൈസ്തവരുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ഇപ്പോൾ കേരളത്തിൽ. കാരണം അവർ വോട്ട് ബാങ്ക് അല്ലാതായിക്കൊണ്ട് തന്നെ പല അവകാശങ്ങളും ഇപ്പം നേരത്തെ പറഞ്ഞ JB കോശി കമ്മീഷൻ പോലും പുറത്തുവിടാൻ സർക്കാരും മടിക്കുന്നു. ഇപ്പോൾ BJPക്ക് ഒരു സപ്പോർട്ട് ക്രൈസ്തവൻ കൊടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചായ്വ് ഇപ്പോൾ കാണുന്നു പല മേഖലയിലും. പക്ഷേ ഓപ്പണായിട്ട് ആരും പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ ചില മറുഭാഗത്ത് പറയുന്നൊരു കാര്യം, ഇപ്പോൾ BJP ഇപ്പോൾ മുസ്ലിംസിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനെ ക്രൈസ്തവർ കൂട്ടുപിടിക്കുന്നു. കേരളത്തിൽ ഒരു സീറ്റെങ്കിലും കിട്ടാനായിട്ട് ക്രൈസ്തവരെ കൂട്ടുപിടിക്കുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ മുസ്ലിംസ് ഒഴിവാക്കിയാലും അതേപോലെ തന്നെ ആയിരിക്കും ക്രൈസ്തവരുടെ അവസ്ഥയും. അത് നാളെ ഒരു ഹിന്ദു രാഷ്ട്രമാകുകയാണെങ്കിൽ സാറും ഞാൻ പറയാം, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ ആ വാക്കിനൊരു പ്രസക്തിയില്ല. ഹിന്ദു രാഷ്ട്രം ആകണമെന്ന് അഭിപ്രായക്കാരനാണ് സാർ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹിന്ദു രാഷ്ട്രമേ നമ്മൾ രക്ഷപ്പെട്ടു. ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദു സംസ്കാരം എന്നാ പറയുന്നത്? അന്യനെ സ്നേഹിക്കാനാണ് പറയുന്നത്. യേശു പറയുന്നത് തന്നെ ആശയം തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിലുള്ളത്. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം ആക്കണം എന്നുള്ള അഭിപ്രായക്കാരനെ എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം 100% വിശ്വാസത്തോടു കൂടി
BJPയോട് ഇപ്പം സഹകരിച്ച് പോവാം. എനിക്ക് ഞാനങ്ങനെ അതിനകത്തുണ്ടല്ലോ. ഏതായാലും അങ്ങനെ തീരെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുകയില്ല. ഞാൻ നോക്കിക്കോളാം, നിങ്ങളാരും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഒരു കാരണവശാലും കേന്ദ്ര ഭരണാധികാരികളിൽ നിന്നോ BJP നേതൃത്വത്തിൽ നിന്നോ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നോ സുരേന്ദ്രൻ എത്രയോ മാന്യമായിട്ട്, സുരേന്ദ്രൻ, മുരളീധരൻ, ഇവരൊക്കെ നമ്മുടെ നേതൃത്വത്തിലുള്ളവരല്ലേ, എത്ര മാന്യമായിട്ടാണ് ഇടപെടുന്നത്. ഇവിടെ ഒരു ജില്ലാ പ്രസിഡന്റ് കോടതി ജില്ലയിൽ നല്ല ചെറുപ്പക്കാരൻ, അങ്ങനെ എത്രയോ മാന്യമായിട്ടാണെന്നറിയോ ക്രിസ്ത്യൻ സമുദായത്തോട് പെരുമാറുന്നത്. അത് പിന്നെ ഈ BJP എന്ന് പറഞ്ഞാൽ ഉടനെ കമ്മ്യൂണിസ്റ്റുകാരൻ, കോൺഗ്രസ് അയ്യോ ഹിന്ദു വർഗീയവാദികൾ പ്രാന്തന്മാരെന്നില്ല. ഇവന്മാർ ഹിന്ദു പ്രാന്തന്മാരല്ലേ? ഈ പിണറായി ഹിന്ദു പ്രാന്തനല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞ് ഞാൻ വർഗീയതയിൽ കിടക്കുന്നില്ലേ? പിന്നെ കോൺഗ്രസ് പിന്നെ എന്നതാ? ഇവർക്ക് ഹിന്ദു പ്രാന്തില്ലേ? പിന്നെ വർത്തമാനം പറയുന്നു. അവർ കാര്യം കാണാൻ വേണ്ടി മുസ്ലിങ്ങളെ കൊണ്ട് നടക്കുന്നു, ക്രിസ്ത്യാനിയെ വേണ്ട. അപ്പോൾ ക്രിസ്ത്യാനി വേണ്ടവർക്ക് വന്നിട്ട് പോകാൻ ക്രിസ്ത്യാനി തയ്യാറാകുമ്പോൾ നന്നായിക്കും. അതുകൊണ്ട് അതിന് കാര്യം ജനപക്ഷം എന്ന് പാർട്ടി എന്തുകൊണ്ട് പിരിച്ചുവിട്ടു? അത് ഞാൻ പിരിച്ചുവിട്ട, മനപ്പുറം പിരിച്ചുവിട്ട. ജനപക്ഷം എന്ന് പാർട്ടി കൊണ്ട് നടക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നു. ഒരു മാസം എത്രയോ 1000 രൂപയാണ് ചിലവാകുന്നത്. ഞാൻ ആരോടും കാശ് പിരിക്കാനൊന്നും പോക്കില്ല, എല്ലാം കയ്യിൽ നിന്നുള്ള ഇടപാടാണ്. അപ്പോൾ ഒരു അപ്പം തന്നവൻ്റെ അല്ലാതെ നാട്ടുകാരെ ഒന്നും എൻ്റെ ഇല്ലല്ലോ. അപ്പോൾ ഒരു പരിധി കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഈ പുറകെ നടന്നുള്ള ഉപദ്രവം ഇത് നേരിടാൻ എപ്പോഴും സഹായിക്കുന്ന BJP RSകാർ. അപ്പോൾ അവരോടത്ത് കൂടുകയാണ് നമുക്ക് ഈ ഗുണകരം എന്നെനിക്ക് 100%. വലിയ ആലോചനയും ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് BJP ചേർന്നത്. അല്ലാതെ ഒരു സുപ്രഭാതയ്യോ ചേർന്നതല്ല. ഇതാണ് ശരി എന്നെൻ്റെ മനസാക്ഷി പറഞ്ഞു, അതുകൊണ്ട് തന്നെ ചേർന്നതാണ്. സാറിൻ്റെ മനസാക്ഷിക്ക് ശരി എന്നുള്ളത് സാർ എവിടെയും പറയും, മാധ്യമങ്ങൾക്ക് തന്നെ നിലപാടുകൾ തുറന്നു പറയും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരുപാട് ശത്രുക്കൾ എല്ലാ മുന്നണിയിലും അത് ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടായിക്കോട്ടെ, ഇച്ചിരി ശത്രുക്കൾ ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. ആ ശത്രുക്കളായിട്ട് തന്നെ നിന്നോട്ടെ, എനിക്കിഷ്ടമാണ്. ആ ശത്രുക്കൾ പിന്നെ മിത്രങ്ങളായിട്ടും വരും, കുഴപ്പമൊന്നുമില്ല, അത് സാരമില്ല. ഇപ്പോൾ ഈ മുകേഷ് ഇപ്പോൾ നിലവിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ? എങ്ങനെ? ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ രാജിവെക്കണം എന്നാണ് BJPയുടെ നേതൃത്വം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതുമേലെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം അതിനകത്തുള്ളതെന്ന് വെച്ചാൽ BJPയുടെ നേതൃത്വം പറഞ്ഞ അഭിപ്രായം പാർട്ടി ലൈൻ അത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ പിരിയുന്നതാണ് നല്ലത്. അയാൾ ആദ്യത്തെ ഭാര്യയെ ഇടിച്ച് ഗർഭിണിയായിരുന്നു, മൂട്ട് വെച്ച് ഇടിച്ച് ഏർപ്പെടുത്തി ആ കേസൊക്കെ എനിക്കറിയാം. രണ്ടാമത്തെ ഭാര്യയെ ഒരു മരുവാക്കി, മൂന്നാമത്തെ ഇപ്പോൾ കയ്യിലുള്ളത്. ഇങ്ങനെ പറ്റി വന്നിട്ട് അവിടിച്ചോട്ട് ഇറങ്ങിയാലോ? തെറ്റല്ലേ? അയാളെ രാഷ്ട്രീയത്തിൽ നിലനിർത്തുന്നതിനെ CPM കാണിച്ച അബദ്ധമല്ലേ? പിന്നെ അയാളുടെ വന്ന ആർഗ്യുമെൻ്റ് CPM പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തുക. എന്ന് വെച്ചാൽ അയാൾ നിരപരാധിയാൻ തെളിഞ്ഞാൽ രാജിവെച്ചാൽ തിരിച്ച് MLA കൊടുക്കാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് രാജിവെക്കേണ്ടതെന്ന്. ആ ഒരു പോയിൻ്റ് കറക്റ്റാണ്. പക്ഷേ ഇതുപോലത്തെ കോടതി വെറുതെ വിടാൻ എങ്ങനെ വെറുതെ വിടുന്നത്? അവന് ശിക്ഷ കൊടുക്കുമെന്ന് ഉറപ്പില്ലേ? അയാൾ ഇനി നിയമത്തിലോട്ട് ഞാൻ കരുതുന്നില്ല. അത് വരാൻ കഴിയില്ല, ഒരു സംശയം വേണ്ട. അയാൾ ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെ പറ്റും ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ, ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന പെണ്ണുങ്ങളാരും അങ്ങനെ ഞാൻ ഇവൻ തൊട്ടിട്ടുണ്ട് പിടിച്ചുകൊണ്ട് നടക്കുകയില്ല. അങ്ങനെ പറയണമെങ്കിൽ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും, എൻ്റെ ഒരു ഉറച്ച വിശ്വാസമാണ്. അല്ലാതെ അലകഴിഞ്ഞ് കിടക്കുന്ന പെണ്ണുങ്ങളോട് പറയാം. ഇതല്ലല്ലോ, മാന്യമായ കുടുംബിനിയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ്. അതുകൊണ്ടാണ് എനിക്കതിൽ വിശ്വാസം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിരവധി, മുകേഷ് മാത്രമല്ല നിരവധി നടന്മാരാണ് ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്നത്. ഇതിൽ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു സുരക്ഷയ്ക്ക് സർക്കാർ രീതിയിലൊരു സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിൽ, ചലച്ചിത്ര മേഖലയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഈ നടികടന്മാരുടെ വ്യഭിചാരം മാത്രമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രം എന്താ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ? അത് ഒരുപാട് ഗവൺമെൻറ്റിൽ ഒരു മര്യാദയുണ്ട്. നടന്മാരുടെ വ്യഭിചാരക്ക് അത് മാത്രമാണോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? അല്ലല്ലോ. അതിനകത്ത് ഈ സിനിമ ഫീൽഡ് നന്നാക്കുന്നതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണം ഗവൺമെൻറ്. അതിന് പകരം ഇത് ഇങ്ങനെ പത്രത്തിൽ വിട്ട് കൊടുക്കുക ഈ വാർത്ത. അവിടുത്തെ ഇപ്പം നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ അറിയാമല്ലോ, നമ്മുടെ ഓരോ മേഖല നശിച്ചിട്ടുണ്ട്. വയനാട് മാത്രമല്ലെന്ന്, വെലങ്ങാടുണ്ട്. എത്ര ഭാഗത്താണ് നശിച്ചിരിക്കുന്നത്? അതൊന്നും മനുഷ്യൻ ദൃഷ്ടി വരുത്തണ്ട. അത് കാശിങ്ങ് വന്ന് കൂടിക്കൊണ്ടിരിക്കും. കാശെല്ലാം എന്നെ ചെയ്യുന്ന പിണറായി കിടന്ന് ചിരിക്കുക. ഒന്നുകൂടെ എവിടെയും കൂടെ പൊട്ടിയാൽ മതി നിങ്ങളുടെ പിണറായിരിക്കുന്നത്. ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടാനായിട്ട് നിങ്ങൾ പേടിച്ച് 35 ലക്ഷം ജനത ജീവൻ പോകുന്ന കാര്യമാണ്. ഇതൊന്നും ചർച്ചയില്ലല്ലോ.
ആ ഈ നടിയെ പോട്ടെ മറ്റേ വായുന്നോലം വന്ന് വീണ് പോകും. അതല്ലേ ഇവിടെ ചർച്ച. ഇത് ഈ പത്രം മാന്യമായിട്ടൊരു വീട്ടിൽ വരുത്താൻ പറ്റും പിള്ളേരുടെ ഇപ്പോൾ ഒരു പത്രം വരുത്താൻ പറ്റിയില്ല. ഒന്ന് ഗതികേട്. ഞാൻ 6 പത്രം വരുന്നുണ്ട്. ഈ ഭാഗം ഇട്ടേച്ച് ബാക്കി വായിക്കും. അത് ഞാൻ മൂലയിലിട്ട് ഞാൻ ഉഷയോട് പറഞ്ഞിട്ടുണ്ട്, പത്രം മാത്രം എടുത്ത് മാറ്റി വെച്ചേക്കണം. കൊച്ചു പിള്ളേരെടുത്ത് വായിച്ചെങ്കിലോ കുഴപ്പമില്ല. നാണക്കേടാണ് ഇതൊക്കെ. TV ഞാൻ കാണാറില്ല, സത്യം ഞാൻ കാണാറില്ല. എന്തൊരു അപമാനകരമായത്. ഞാൻ ചോദിക്കട്ടെ, ആണും പെണ്ണും ഉണ്ടായ കാലം മുതൽ ഇതുണ്ട്. നയനാർ സഖാവ് പറഞ്ഞു, അതാ ശരി. പെണ്ണുള്ളിടത്ത് സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീപീഡനമുണ്ട്. നമ്മുടെ അമേരിക്കയിലൊക്കെയാണ് നമ്മളിവിടെ ചായ കുടിക്കുന്നതല്ല പീഡനം നടക്കുന്നത്. മനസ്സിലായോ? ആ തമാശ നയനാർ പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ? സത്യമല്ലേ? ഇവിടെ അധ്യാപന ലോകത്ത് സ്ത്രീപീഡനമില്ലേ? നേഴ്സുമാരുടെ ഇല്ലേ? ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ? അല്ല സിനിമാ നടന്മാർ മാത്രമേ ഉള്ളൂ? നമ്മുടെ ടൂറിസം മേഖലയില്ലേ? ഏത് മേഖല എടുത്താലും ആണും പെണ്ണും ഉള്ളിടത്തെല്ലാം ഇതുണ്ട്. ആദമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്ങനെ? ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും ആകർഷിച്ചിരിക്കണം. അതാണ് ദൈവസൃഷ്ടി. അതാണല്ലോ ആദവ. ആ ആദവമായി സൃഷ്ടിച്ചിട്ട് ദൈവം തൊട്ടു പോകരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ തൊട്ടു ഇല്ല, പിന്നെ അടുത്ത സന്ധി ഉണ്ടാവും. അടുത്ത തലമുറ ഉണ്ടാകണമെങ്കിൽ ഈ വികാരം ആണിനും പെണ്ണിനും കൊടുക്കണം. അതാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു പരിധി വിട്ട് പോകാതെ മാന്യമായി ആ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന നിലയിലേക്ക് മാന്യതയോട് പോകാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. PV അൻവർ ഇപ്പോൾ വെളിപ്പെടുത്തിയ വളരെ ഗൗരവമായ കാര്യമാണ്. ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേരളം നെട്ടിയിരിക്കുകയാണ്. അതും ഒരു SP-യുടെ ഫോൺ കോള്. അത് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്നുണ്ട്. വളരെ ഒരു IPS-കാരൻ്റെ മൊത്തം ഇതുപോലെ ചേറ്റയായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് സങ്കടകരമാണ്. ഇല്ല, അതിന് വിശദാംശം ഞാൻ കിടക്കുന്നത് ബാക്കി കൂടെ പുറത്ത് വരട്ടെ. അല്ലെ നമ്മളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞ് ബാക്കി പുറത്ത് വരാതെ ആക്കരുത്. പക്ഷെ എത്രത്തോളം PV അൻവർ രണ്ടും തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ. ഇത് CPM-നകത്തെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമാണ്. പിണറായിക്കെതിരെ ശക്തമായ ഒരു ഗ്രൂപ്പ് നടക്കുക. ആ ഗ്രൂപ്പെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മരുമൻ മുസ്ലിം തീവ്രവാദികളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഈ CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുക. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച വരാൻ വേണ്ടി തന്നെ അൻവർ പരസ്യമായിട്ട് ഇത് പറഞ്ഞത്. അൻവർ ഒറ്റയ്ക്കല്ല. കേരള ബേസിൽ ഇവിടുത്തെ നല്ല പഴയ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് ആലോചിച്ചെടുത്ത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻവർ പറഞ്ഞിട്ടുള്ളത്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യവുമാണ്. അത് ബ്രാഞ്ചുകൾ ചർച്ച ചെയ്യപ്പെടും. അതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടും. ഞാൻ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുന്ന എനിക്ക് ഒരു എതിരുമില്ല. അവരെങ്കിലും നന്നായി വരട്ടെ. BJP ആണ് ഏറ്റവും മുന്നേ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതില്ലാത്തടത്ത് ഇടതുപക്ഷം വരുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. ഒരു ADGP മുതൽ SP അവർ താഴേക്ക് കേരളത്തിൻ്റെ പോലീസ് സേനയുടെ തലപ്പത്ത് നടന്ന ഈ ഒരു വിഷയം, അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ക്രമസമാധാനം നോക്കേണ്ടത് ഇവരാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഒരു സാധാരണക്കാരനെ അറിയുമ്പോൾ അവൻ്റെ ഒരു ആശങ്ക ഒന്ന് ആലോചിച്ച് എന്താ, അതായത് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം ഉണ്ടാകണം അതിനകത്ത്. ജനങ്ങൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന അപജയം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ചർച്ച നടക്കാൻ പോകും. കേരളത്തിലെ ഓരോ ബ്രാഞ്ചിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും നാളെയായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പോലീസിലും കുഴപ്പമുണ്ടാകും. പോലീസ് ചെയ്ത വലിയ വൃത്തികേട് എന്നാണെന്നറിയോ? MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് ഒരു കൊച്ചിനെ കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് വിഴുങ്ങിക്കുക. എന്താണെന്നറിയാമോ? എന്നുവെച്ചാൽ ഫോട്ടോ എടുത്ത് വയറിൽ നിന്നും MDMA കണ്ടെടുത്തിരിക്കുന്നു. പോലീസിൻ്റെ വിജയം. അവൻ MDMA എന്നാന്ന് പോലും അറിയത്തില്ല. എന്നാ പറ്റിയെന്നറിയാമോ? വയറ്റിൽ ചെന്ന് അത് പൊട്ടി അവൻ മരിച്ചു. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ നിയമം ഉണ്ടാക്കണമെന്ന് അഭിപ്രായക്കാരനെ വർത്തമാനം പറയുന്നു. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഒരു വിട്ടുവീഴ്ചയില്ല, മുന്നോട്ട് പോകണം. ഇപ്പം ഒരു സന്തോഷമായ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ക്രിസ്ത്യാനിക്ക് BJP രക്ഷയുണ്ടോ എന്നാണുള്ള ചോദ്യം. ഇപ്പം BJPയുടെ മെമ്പർഷിപ്പ് നടക്കുന്ന സമയം ആ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ ന്യൂനപക്ഷങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഷോൺ ജോർജിനെ നിയമിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വം തീരുമാനമെടുത്തിരിക്കും. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനി ഉപേക്ഷിക്കാനാണോ? ഷോൺ ജോർജാണ് കേരളത്തിലെ മൊത്തമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ കോർഡിനേറ്റർ. അപ്പം എന്തെങ്കിലും ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്യില്ലല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ സ്ഥലമാണ് BJP.
BJP ശക്തിപ്പെടുത്തണം. ഇത് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അടുത്ത ഇലക്ഷനിൽ പൂഞ്ഞാറിൽ നിന്ന് BJPയുടെ MLA ഞാൻ പറയാൻ അത് പറയാൻ എനിക്ക് അവകാശമില്ല. നേരത്തെ ഞാൻ ഉണ്ടായില്ലെന്ന് എനിക്ക് പറയാം, എന്നെ അത് പേടിപ്പിക്കാനില്ല. ഇപ്പോൾ BJP ആണ് തീരുമാനിക്കുന്നത്. BJPയുടെ കക്ഷിയാണ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ഷോൺ ജോർജ് നിൽക്കണം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം പൂഞ്ഞാറാണെങ്കിൽ ഞാൻ നിന്നാൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പറയുക. പാലായിലാണെങ്കിൽ ഷോൺ ജോർജ് നിന്ന് പാലായിൽ 6 പഞ്ചായത്തിലുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന ഷോൺ ഇപ്പം ജില്ലാ പഞ്ചായത്തായിരിക്കും. ഈ മേഖല നമുക്ക് BJP ജയിപ്പിക്കാൻ കഴിയും. ആരെ നിർത്തിയാൽ ജയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അടുത്ത നിയമസഭയിൽ BJP ഒരു നിർണായക ശക്തിയായിരിക്കും. യാതൊരു സംശയം വേണ്ട, നിർണായക ശക്തിയാവും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി BJP ഒരു കക്ഷിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ലോക്സഭ 14 ലോക്സഭ ഇലക്ഷന് 12% ഉണ്ടായിരുന്ന വോട്ട് ഈ 19 തെരഞ്ഞെടുപ്പിൽ അത് 20%. 24 തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. അപ്പോൾ അത് ഒരു 30% മുകളിലാവുന്ന എൻ്റെ കണക്ക്. അങ്ങനെ വന്നു കഴിയുമ്പം വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ. കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ശ്രീ PC ജോർജ് ഒരു പ്രതീക്ഷയാവും. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ചെയ്യും. അവരുടെ അവകാശങ്ങൾ ഒരിക്കലും ധ്വംസിക്കപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. മറ്റാരുടെയും മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ മറ്റേതെങ്കിലും വിഭാഗങ്ങളുടെയോ അവകാശങ്ങളൊന്നും കവർന്നെടുക്കേണ്ട. അർഹതപ്പെട്ടത് അവർ കൊടുത്താൽ മതി, അത് കൊടുക്കും. അത് കവർന്നെടുക്കാൻ അനുവദിക്കില്ല ആരെയും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണില്ല. അതുപോലെ ഇവിടുത്തെ പാവപ്പെട്ട SC/ST വിഭാഗങ്ങളുണ്ട്. അവരെ എല്ലാവരും വളർത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് വരെ ഒരു SC/ST വിഭാഗക്കാർ കഞ്ഞി കുടിക്കുന്നത് കാണാനില്ല. പാവങ്ങൾ നശിക്കുകയില്ല. ആ ക്രിസ്ത്യാനിയെ പോലെ തന്നെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ LDF UDF അവഗണിച്ച വിഭാഗമാണ് ഇവിടുത്തെ SC/ST വിഭാഗം. അവരുടെ കാര്യം കൂടി ക്രിസ്ത്യാനി പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. BJP വളരെ ശക്തമായ കാര്യത്തിൽ ഇടപെടൽ നടത്തും, ഒരു സംശയം വേണ്ട. അവസാനമായിട്ട് ഒരു കാര്യം കൂടി സാറേ, മുല്ലപ്പെരിയാർ വിഷയം അത് കേരളത്തിന് മുമ്പിൽ ഒരു ബോംബായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും പല ആശങ്കകളും വെച്ച് ഇടുക്കി രൂപത വലിയൊരു ആശങ്കയുമായി മുന്നോട്ട് വന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിന് ഒരു നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന് അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്ര സർക്കാരിന് ഒരു 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 സേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ശക്തമായി ഇടപെടേണ്ടി വരും. പക്ഷേ സാധാരണ അങ്ങനെ ഒരു കേരളത്തിൻ്റെ തീരുമാനത്തിൽ സ്റ്റേറ്റുകാരെ അങ്ങനെ കേന്ദ്രം ഇടപെടാറില്ല. ഇത് മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാടും കേരളമായിട്ടുള്ള പ്രശ്നമാണ്. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം കെട്ടി അവിടെ നിന്ന് വെള്ളം തിരിച്ച് കുമിളി കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ കൊടുക്കും. തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ വെള്ളം, കൃഷിയും കുടിവെള്ളവും ഇതാണ്. ഇപ്പം ഡാം പൊട്ടിയാൽ ആർക്കാണ് നഷ്ടം? കേരളത്തേക്കാൾ 35 ലക്ഷം ജനം കേരളത്തിന് പോകും. അതേസമയം തമിഴ്നാടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയൊരു ഡാം കെട്ടി തീരാതെ തമിഴ്നാട്ടിലെ 5 ജില്ലയിൽ കുടിവെള്ളവും കാണുകയില്ല, കൃഷിയും കാണുകയില്ല. അതെവിടെ പോകും? തമിഴ്നാടിൻ്റെ ജനങ്ങളുടെ ആവശ്യമാണ് അവിടെ ഡാം പുതിയത് പണിയേണ്ടത്. അത് തമിഴ്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആളില്ലെന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ കുഴപ്പം. ഇവിടെ അതല്ലല്ലോ. ഇവിടെ ആർക്ക് ചക്രം കിട്ടുമെന്നല്ലേ നോക്കുന്നത്. 100 കോടി രൂപ തമിഴ്നാട് ബഡ്ജറ്റ് വെക്കും മുല്ലപ്പെരിയാർ. അത് ഓഡിറ്റില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിലാണ് വെക്കുന്നത്. ആ രൂപ എവിടെ പോകുമെന്ന് അന്വേഷിച്ചാൽ മതി. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലാവും. ഇവിടുത്തെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തമിഴ്നാട്ടിൽ ഒന്നാന്തരം തോട്ടങ്ങളുണ്ടെങ്കിൽ കൂടെ ഒന്നുകൂടെ അന്വേഷിക്കാം. മനസ്സിലായില്ല? ഇവിടുത്തെ ഏതൊക്കെ IASകാർക്കും തമിഴ്നാട്ടിൽ തോട്ടങ്ങളൊന്ന് അന്വേഷിച്ചാൽ ഈ 100 കോടി രൂപ എവിടെ പോയെന്ന് മനസ്സിലാവും. ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നപ്പം മുല്ലപ്പെരിയാർ സന്ദർശിച്ചു. 5 തവണ ഞാൻ പോയതാണ്. എൻ്റെ 3 റിപ്പോർട്ടുണ്ട് നിയമസഭയിൽ, അറിയാമോ? ഇത് പൊളിച്ച് മാറ്റാൻ സമയം കഴിഞ്ഞതാണ്. അതിൻ്റെ ഈ അടിയിലേക്ക് പോയിട്ടുള്ള രാഷ്ട്രീയക്കാർ ആരാന്ന് ഞാനും EJ അഗസ്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് അടിയിലോട്ട് തറങ്ങിപ്പോയി, താഴെ വരെ പോയി. ഞാൻ മുഴുവൻ നോക്കി കണ്ട ആളാണ്. മുഴുവൻ തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക അടി കൂടെ. ഈ കെട്ടിടത്തിൻ്റെ തറയില്ലേ, തറയുടെ താഴെ വെള്ളം ഒഴുകാന്ന് പറയുമ്പോൾ കെട്ടിടമുണ്ടോ? അതാണ് മുല്ലപ്പെരിയാർ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നേരിട്ട് കണ്ടവനെ. അത് കാണിക്കാതിരിക്കാൻ അവർ നോക്കി. പക്ഷേ വേറെ ഒരു ഉദ്യോഗസ്ഥന് കാര്യം കണ്ടുപിടിച്ച് ഞാൻ പോയി താഴെ ഒറ്റ ഈ കമ്പിയിലുള്ള ഗോവണിയാണ് താഴോട്ട്. അവർ ലൈറ്റില്ലായിരുന്നു. ഞാൻ ഇറങ്ങുന്നു കണ്ടപ്പോൾ ലൈറ്റ് ഇട്ടു. അപ്പോൾ സുഖമായിട്ട് ഇറങ്ങിപ്പോയി. കണ്ട EJ അഗസ്തി MLA ആണ്, അദ്ദേഹം ഉണ്ട്. നേരിട്ട് കണ്ടാകണോ? ഇത് വലിയ അപകടകരമായ നിലയിലാണ്. ഇത് പറയുമ്പം തമിഴ്നാട്ടിലെ ആളുകൾ സമരമായിട്ട് കുമ്പിളിക്ക് വരുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അവരെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇത് പൊട്ടിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വെള്ളം കിട്ടുകയെന്ന് പറഞ്ഞ് അവരത് മനസ്സിലാക്കിയല്ലേ? അതിന് ആളില്ലല്ലോ.
അതും 2 സ്റ്റേറ്റ് തമ്മിലുള്ള അടിയാക്കി മാറ്റി എങ്ങനെയെങ്കിലും അത് സംരക്ഷിച്ച് നിർത്തി പോകാനാണ് പോകുന്നത്. അത് പൊട്ടി 35 ലക്ഷം ജനം വെള്ളത്തിൽ പോകരുത്. ഒരു ഉദാഹരണം പറയാം, അതിൻ്റെ വെള്ളം എവിടെ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് മാത്രം ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാനതിൻ്റെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ച് അവരുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി കയ്യിൽ ഇരിപ്പുണ്ട്, ആളത് പുറത്തു വിടട്ടെ. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഒരു കാര്യം പറയാം, എല്ലാം പറയുന്ന മര്യാദയല്ലാത്തതുകൊണ്ടാണ്. പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിൽ അറിയാമല്ലോ വഴി, അവിടെ വെള്ളം വരുന്ന ആ സമയം കൊണ്ട് മുല്ലപ്പെരിയാർ വെള്ളം മുണ്ടക്കയത്ത് വരും. മുണ്ടക്കയത്ത് വരുമെന്ന് പറഞ്ഞാലോ, റാന്നി, പന്തളം, പത്തനംതിട്ട, ചെങ്ങന്നൂർ, ആലപ്പുഴ ഇത്രയും ഭാഗം തീർന്നു പോകും. ഒറ്റ ഉദാഹരണം പറയും, ബാക്കി അങ്ങോട്ട് കിടക്കുന്നില്ല. അങ്ങോട്ട് അറിയാമല്ലോ, ആലുവ വരെ. ഇത് മാത്രം മതി, ഒരു വിധം തരാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ പ്രസവിച്ചുകൊണ്ട് കിടക്കില്ല അങ്ങോട്ട്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ സത്യം. ഈ ദുരന്തങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉപകാരമായി മാറുന്നുണ്ടോ ഇപ്പോൾ കേരളത്തിൽ? അല്ല, ഇപ്പോഴത്തെ വയനാട് ദുരന്തമല്ലേ പിണറായിയുടെ, അത് ഓർക്കുന്നില്ലേ? ഈ വയനാട് ദുരന്തം ഉണ്ടായി പിറ്റേ ദിവസം 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുക. പുള്ളി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പത്രസമ്മേളനമായിരിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഇന്ന് കാണും, മിക്കവാറും കാണേണ്ടി വരുമല്ലോ ദൈവം. ചിരിച്ചോണ്ടാണ് പുള്ളി അത് ചിരിച്ചോണ്ട് പുള്ളി പത്രസമ്മേളനം കണ്ടില്ലേ? അവിടെ എല്ലാവരും ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന തരണം. അവിടെ ഇച്ചിരി ആൾ പോയിട്ടുണ്ട്, പക്ഷേ ഗവൺമെൻറ് പട്ടാളമെല്ലാം ഉണ്ട് അവിടെ, നിങ്ങൾ കാശ് തരണം. അതാ പുള്ളിയുടെ ആവശ്യം. കാശ് വേണമെന്നാണ് പുള്ളിയുടെ നേരത്തെ ആവശ്യം. ദുരിതാശ്വാസത്തിലേക്ക് എല്ലാവരും കാശ് തരണം. അപ്പോൾ ഒരു IAS പുറത്തേക്ക് പറയപ്പെടും, അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക, ഈ കാശ് കിട്ടില്ലോ എന്ന്. പിന്നെ എങ്ങനെ നന്നാവും? ഇത് നശിച്ചെന്ന് നന്നാകില്ല. ആ ഒരു വിഷയത്തിൽ കേന്ദ്ര ഇപ്പോൾ വയനാടായാലും പ്രധാനമന്ത്രി സന്ദർശിച്ചു, കേരളത്തോട് മുഖ്യമന്ത്രി കാശ് ചോദിച്ചല്ലോ, അന്നേരം പറഞ്ഞല്ലോ ഇപ്പം ഞങ്ങൾ തന്ന കാശുണ്ട്, അതിന് ചിലവഴിച്ച കണക്ക് തന്ന് അന്നേരം ബാക്കി കൊടുത്തരാമെന്ന്. ഇതുവരെ കാശിങ്ങനെ കണക്ക് കൊടുത്തിട്ടില്ല. കൊടുത്താൽ അന്നേരം എത്ര കോടി വേണം തന്നോളാം. നിങ്ങൾ 2000, 3000 ഒന്നും പറയണമെന്ന് പറഞ്ഞല്ലോ. എത്ര കോടി കേന്ദ്രം തയ്യാറാന്ന് പറഞ്ഞു, അതിന് കണക്കിങ് തന്നെ തന്നേക്കാന്ന് പറയും. അപ്പോൾ എങ്ങനെ ഇതുപോലെ ഈ കിട്ടി കാശെല്ലാം കൊണ്ട് പുള്ളി എന്നെ ചെയ്യും? ഇപ്പോൾ എത്ര, ഒരു കത്തോലിക്ക സഭ 100 വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു, ഓർത്തഡോക്സ് സഭ 50 വിളിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ക്രൈസ്തവ സഭകൾ തന്നെ 200 മുകളിൽ വീടായി. ആകെ വീട് വെക്കേണ്ടത് 600 മുകളിൽ ഉള്ളെന്നാണ് കേട്ടത്. എത്രയാണ്? 1000 ആയിക്കോട്ടെ. ഇല്ല, 400 അടുത്ത് ആയിക്കോട്ടെന്നേ. അവർ 600 പറയട്ടെ, ഞാൻ പറയുക. അതായി ഓരോ വ്യക്തികൾ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ കാശ് എന്നാ ചെയ്യും? പിണറായി കിട്ടിയ കാശ് എന്നായെന്ന് എനിക്കറിയത്തില്ല. അത് ഈ കാശ് എന്തിനു ചിലവഴിക്കും? അതാ നില. അതുകൊണ്ട് ഇങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടാകുന്ന പിണറായിയെ പോലുള്ളവർക്ക് സന്തോഷമാണ്, യാതൊരു സംശയം വേണം. ഓക്കെ, സാറ് അടിയുറച്ചൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. അതെ, സാറിൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണെന്ന് മാത്രമല്ല, ക്രൈസ്തവ മതത്തിൻ്റെ എല്ലാ പ്രബോധനങ്ങളിലും അടിയുറച്ച് നിന്ന് പോകുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ചാക്കോ പുണ്യാളൻ, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് സെൻറ്റ് ജെയിംസ്, അത് ചാക്കോ പുണ്യാളൻ, വിശുദ്ധ ചാക്കോ പുണ്യസ്ലിഹ. അദ്ദേഹം കന്യകാമാതാവിൻ്റെ സഹോദരൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകത, തുർക്കിയിലെ ക്രിസ്ത്യൻ പീഡനം ഉണ്ടായപ്പോൾ പുള്ളി കുതിരപ്പുറത്ത്, വല്യച്ഛൻ്റെ കുതിര പോലുള്ള കുതിരപ്പുറത്ത് വാളുമായി വന്ന് എതിരാളികൾ മുഴുവൻ വെട്ടി വീഴ്ത്തി ക്രിസ്ത്യൻ സമൂഹത്തെ രക്ഷിച്ച് തിരികെ സ്വർഗത്തിലേക്ക് തന്നെ പോയെന്നാണ് കുറച്ച് കണ്ട ആളുകൾ അന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ അങ്ങേരുടെ ഈ കലണ്ടർ ഒരു 2000 ഇപ്പോൾ അരിത്രപ്പള്ളിയിലും പ്രാന്തപ്രദേശത്തോടെയും കൊടുത്തു തീർന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ഇത് യാഗോസ്ലാവിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ബഥാനിയായിലെ ലാസറിനും വിധവയുടെ ഏകപുത്രനും ജായിരൂസിൻ്റെ പുത്രിക്കും പുതുജീവൻ പ്രദാനം ചെയ്ത നിത്തീവൻ്റെ നാളമേ, അന്ധരും ബധിരരും മുടന്തരും മാറാവ് രോഗികളും പിശാചുബാധിതരും അങ്ങനെ കരുണയിലും ആരോഗ്യവും സ്വസ്ഥതയും പ്രാപിച്ചുവല്ലോ. അവിശ്വാസികളുമായുള്ള യുദ്ധത്തിൽ അങ്ങയുടെ ജനത്തിൻ്റെ പരാജയഭീതി അകറ്റുവാൻ വിശുദ്ധ യാക്കോബ് അയച്ച് അവർക്ക് ആത്മധൈര്യവും വിജയവും കളിപ്പിച്ചല്ലോ. ഇതുപോലെ ഭാരമേറിയ ജീവിതക്ലേശങ്ങളും മാറാരോഗങ്ങളും മൂലം നിസ്സഹായരായി കരയുന്ന ഞങ്ങളെയും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും ദയാപൂർവം നയിക്കണമേ. ഒരു കുർബാന ഇതിങ്ങനെ 2000 എണ്ണം അടിച്ച് ഞാൻ കൊടുത്തു. പള്ളി കൊണ്ട് 1000 എണ്ണം വെച്ചു. 10 മിനിറ്റ് തീർന്നു.
എന്താ അങ്ങനെ ഒരു പ്രചോദനം വന്നത്? ഞാൻ ഈ ആക്കോസിലാണ് അതിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഷർട്ടിൻ്റെ മറ്റേ പൊക്കലുണ്ട്, ഈ കുരിശുണ്ട്. ഈ കുരിശിൻ്റെ പ്രത്യേകത അറിയാമോ? കുരിശ, പക്ഷേ ഈ ഒരു ഭാഗം ഇത് കണ്ടില്ലേ, ഈ കുരിശ്, ഇത് വാള, ഇത് കുരിശ, ഇത് ഇവിടെ പിടിച്ച കുരിശായിട്ടുണ്ട്. അങ്ങനെ അത് എല്ലായിടത്തും ഇതിൻ്റെ സ്വർണം കൊണ്ട് സ്വർണ്ണം നടത്തി പെയിറ്റ് കുരിശുണ്ടാക്കി പള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ അരുത്തപ്പള്ളിയിലെ ഒരു സ്റ്റോറുണ്ട്, അവിടെ സ്ത്രീകളാണ്. അവരെ ഒരു 10-5 കൊടുത്തു. അവരിങ്ങനെ വരുന്നുള്ള വെറുതെ കൊടുക്കുന്നു, വല്ലപ്പോഴും ചോദിച്ചാൽ കൊടുക്കും അവർ. അപ്പം ഞാനങ്ങനെ വിശ്വാസിയാണ്. അതെന്താ അങ്ങനെ കൊടുക്കാനായിട്ടൊരു കാരണം എന്ന് വെച്ചാൽ ഈ സെൻറ്റ് ജോർജിനെ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് സെൻറ്റ് ജോർജിനെ. ഞാൻ ഒരു അഹങ്കാരം പറയല്ല, തെറ്റുകയാണ്. ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഒരു പാമ്പിനെ ഇവിടെ കണ്ടെന്ന് പാമ്പ് ഇങ്ങോട്ടാണ് ഓടിയത്. ഞാൻ പുറകെ ഓടി, ഇവിടെ വന്നപ്പോൾ ഇത് പുറകെ തൊളയിലോട്ട് കയറി, പോയിച്ച് കളഞ്ഞ ആൾക്കാരെ വിളിച്ചു, കിട്ടിയില്ല. ഞാൻ അന്നേരം കൊണ്ടുപോയി ഒരു പാമ്പിൻ്റെ ഇത് കൊണ്ട് വിളിച്ച് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന് വരെ പിന്നെ ഈ പറമ്പിൽ പാമ്പിനെ കണ്ടിട്ടില്ല. ദൈവസാക്ഷി പറയും, ഒരു അത്ഭുതമായിട്ട് തോന്നുക. പ്രത്യേകിച്ച് ഇത് രണ്ട്, ആ സൈഡ് മുഴുവൻ തോടാണ്, ഈ സൈഡും തോടാണ്, പാമ്പ് വരാവുന്നതാണ്. പക്ഷേ ഒരു പാമ്പിനെ ഇതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രാത്രിയൊക്കെ നടക്കുന്ന ഒരിക്കലും പാമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ വല്യച്ഛന് വലിയ വിശ്വാസിയാണ്. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും വല്യച്ഛൻ്റെ പടം, ഈശോയുടെ പടം ഉണ്ടാവും. അതുപോലെ ജാക്കോ പുണ്യാളിൻ്റെ പടം ഉണ്ടാവും എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലുള്ളത്. ഞാൻ ഇന്ന ഷർട്ട് അവിടെ ഊരിയിട്ട് അടുത്ത ഷർട്ടിലോട്ട് എടുത്തു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ അനുഭവം. അതുപോലെ കന്യകാമാതാവും ഭയങ്കരമായി എനിക്കൊരു വിശ്വാസം. എൻ്റെ വീട് തറവാടാണ്, നേരെ ഓപ്പോസിറ്റ്. ആ തറവാട്ടിൽ നിന്നാണ് അരുത്തപ്പള്ളിയിലെ ഈ അൾത്താരിൽ നിന്ന് അടുക്കിയിരിക്കുന്ന വലിയ മാതാവിൻ്റെ രൂപം എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടുവച്ചതാണ്, ആ മാതാവിൻ്റെ രൂപം. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പം ഈ അൾത്താര ഇങ്ങനെ ഇരിക്കുമ്പം അൾത്താരുടെ ഇടതുവശത്ത് ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. അതും ഞങ്ങളെല്ലാം കൂടി ഈ അടുത്ത കാലത്ത് ഒരു 2 കൊല്ലത്തിൽ കൊടുത്തു വെച്ചാൽ. അങ്ങനെ പള്ളിയായിട്ട് നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് ശരി എന്ന് ഞങ്ങളുടെ കുടുംബപരമായ ഒരു വിശ്വാസമാണ്. ഞങ്ങൾ പിന്നെ വല്യച്ഛൻ്റെ എല്ലാ അരുത്തറ പെരുന്നാൾ ഏപ്രിൽ 24, 25, 22, 24, 25. അപ്പോൾ ആ ഏപ്രിൽ 25, 26 ഞങ്ങൾ വീട്ടിൽ ചാത്തം മാതിരി വെക്കും. വല്യച്ഛൻ്റെ ഈ ഒരു പ്രത്യേക പ്രാർത്ഥന നൊവേനമാനം വെക്കാറുണ്ട്. അങ്ങനെ പള്ളിയുമായി സഹകരിച്ചാൽ പോകാറുള്ളൂ. പള്ളിയുടെ കാര്യം അത് തന്നെയല്ല, എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അരുത്ത വല്യച്ഛന് മുമ്പിൽ നേർച്ച മേടിക്കാൻ നിൽക്കുന്നത് ഞാനാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും 11 മണിയാകുമ്പോൾ എന്നെ കാണാൻ എല്ലാവർക്കും അറിയാതെ, എന്നെ കണ്ടുകിട്ടാൻ വേറൊരിടത്തും പോകണ്ട, നേരെ അരുത്തപ്പള്ളി വന്ന് വല്യച്ഛൻ്റെ അടുത്ത് വന്നാൽ നേർച്ച മേടിക്കാൻ ഞാൻ നിൽപ്പുണ്ടാകും എല്ലാ ആദ്യ വെള്ളിയാഴ്ച. അങ്ങനെ പള്ളിയായിട്ട് നല്ല സമീപനത്തിലാണ്. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ അങ്ങയുടെ ഷോൺ ജോർജ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചൊരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം പറഞ്ഞത് സാറിൻ്റെ പേരാണ്, എൻ്റെ പിതാവ് തന്നെയാണ്. അദ്ദേഹം സാറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങോട്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയൊരു രാഷ്ട്രീയ നേതാവ് എനിക്കോ ഉണ്ട്. എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടം തോന്നിയ നേതാവ് ആരാന്ന് വെച്ചാൽ കെ കരുണാകരൻ. അങ്ങേര് അസാധ്യ കഴിവുള്ള മിടുക്കനായ ഒരു നേതാവായിരുന്നു. അങ്ങേരെപ്പോൾ നേതാവ് ഇന്ന് കേരളത്തിൽ ഇല്ല എന്നത് വലിയ രാഷ്ട്രീയ മേഖലയ്ക്ക് നഷ്ടമാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. അദ്ദേഹം എന്നോട് അത്രമാത്രം ബന്ധമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. എനിക്കൊരു പിതാവിൻ്റെ സ്നേഹം തന്നെയാണ്. പുള്ളി ഞാനോട് വണങ്ങിയിട്ടുമുണ്ട്. ഉദാഹരണം എന്ന് വെച്ചാൽ വണ്ണപ്പുറം കുടിയേർക്ക് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു വർഷമായി. ഞാൻ ഇവിടുന്ന് നമ്മുടെ പാർട്ടിക്കാരെല്ലാം കൂടെ പറഞ്ഞിട്ട് PCയോട് തന്നെ പോകണമെന്ന് ഞാനങ്ങനെ വണ്ണപ്പുറത്ത് ചെയ്തു. വണ്ണപ്പുറത്ത് നേരത്തപ്പം അന്ന് DYSP നേരത്തെ ഒരു 10-500 പോലീസുണ്ട് അവിടെ. അങ്ങനെ ഞാനിവിടെ വളരെ അടുപ്പാണ്, ഞാൻ തീരെ ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ ജിന്ന സാഹിബ് ഇതേ നാളെ 10 മണി ഞങ്ങൾ ഇവിടുമാരെ എല്ലാം അടിച്ചിറക്കാൻ പോവുകയാണ്, അതാണ് ഞങ്ങൾക്ക് നിർദ്ദേശം, അതിന് സജ്ജീകരണത്തിന് വന്നതാണെന്ന്. വണ്ണപ്പുറത്തോട്ടാവേണ്ടവരില്ല. ഞാൻ എന്നിട്ട് ജീപ്പേ കയറി ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് വണ്ണപ്പുറത്ത് മനുഷ്യൻ കിടക്കുന്നിടത്ത് ചെന്നു. അവിടെ ചെന്നപ്പം 1000-കണക്കിന് ആളുകളാണ്. ഇത്ര ആളുകളെ അടിച്ചിറക്കി എങ്ങനെ പോകും? ശരിയല്ലല്ലോ.
ഞാൻ എന്നിട്ട് നിങ്ങൾ നിൽക്കുക, ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്, നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം പറഞ്ഞ് കരയുക മനുഷ്യർ, അവിടെ സ്ത്രീകളെല്ലാം കൂടെ. ഞാൻ അവിടെ നിന്ന് വണ്ടി തിരിച്ചിങ്ങോട്ട് കയറുമ്പോഴത്തേക്കും വണ്ടി നേരെ മറിഞ്ഞ് താഴോട്ട് പോയി. ഞാൻ ചാടി. അതുകൊണ്ട് ഞാൻ വണ്ടി ജീപ്പിന് ഇടയ്ക്ക് പുറത്തു പോയി. രസമല്ല, ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുക താഴെ. അവരെല്ലാം ഓടി വെച്ച് ജീപ്പ് എടുത്ത് പൊക്കി നേരെ റോഡിൽ വെച്ചു. അങ്ങനെ കയറി ഞാൻ വണ്ണപ്പുറത്ത് വന്നു. ഞാൻ അവിടുന്ന് കാറിന് നേരെ വിട്ട്. അപ്പോൾ ജിന്നയുടെ അമ്മ, ജിന്ന സാഹിബ് മനുഷ്യൻ തല്ലിയേക്കരുത്, ഞാൻ നോക്കട്ടെ എന്ന് പറയിച്ചാൽ പോയ പുള്ളി എല്ലാം നമുക്ക് സൈഡാണ്. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു. രാവിലെ പോയി സ്പീക്കറെ കണ്ടു, കത്ത് കൊടുത്തു, സബ്മിഷൻ റൂൾ 304. സ്പീക്കർ അന്നേരം അനുവദിച്ചു. ഞാൻ അവിടെ പോയിട്ട് വന്നതൊക്കെ പുള്ളി അന്നേരം അറിഞ്ഞിരിക്കുകയാണ്. ഞാനേറ്റ് വികാരപരമായി എൻ്റെ വേദന മുഴുവൻ പറഞ്ഞു. ഈ പാവങ്ങളെ അടിച്ചിറക്കുന്ന മര്യാദയല്ല, ദൈവശിക്ഷ മേറ്റു വാങ്ങേണ്ടി വരും. ആ വർഷങ്ങളായി അവിടെ കുടികിടക്കുന്ന പാവങ്ങളെ കൊല്ലരുത് എന്നും പറഞ്ഞ് ഭയങ്കര വികാരപരമായിട്ട് സംസാരിച്ചു. മുഴുവൻ MLA-മാരും നമുക്ക് അനുകൂലമായ നിലപാടിലേക്ക് വന്നു. അതുപോലെ ഞാൻ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. പക്ഷേ കരുണാകരനേറ്റു. കയ്യേറ്റക്കാരനെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കാന്ന് പറഞ്ഞ് അടിച്ചിറക്കുവനെയൊക്കെ, ഒരെണ്ണത്തില്ലാത്ത എല്ലാവനെ അടിച്ചിറക്കും, കാണിച്ചു തരാം. ഭൂമി കയ്യേറില്ലേ, വനഭൂമി കയ്യേറില്ല പുള്ളി. ഞാൻ അന്തിച്ചു. പുള്ളി ഞാൻ പറഞ്ഞപ്പോൾ പരിഗണിക്കാമെന്നെങ്കിലും പുള്ളി പറയുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി വളരെ ക്രൗര്യത്തോട് സംസാരിക്കും. എനിക്ക് വട്ടുമാതിയായിപ്പോയി. അന്ന് ഈ മയക്ക് ഇങ്ങനെ പിന്നെ വയ്ക്കാം. ഞാൻ ചാടി വെച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഒറ്റ കോപ്പിറക്കുന്ന ഒരു ഒറ്റ എടിങ്ങ് വെച്ച് വിടും. മൈക്ക് ചാടി അങ്ങോട്ട് കയറിക്കാൻ. അതായി മേശപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞു. ചാടി അങ്ങോട്ട് സ്പീക്കർ എടുത്തോട്ട് പോയി. സഭ അന്നേരം വെച്ച് സ്പീക്കർ അങ്ങ് അകത്ത് പോയി. സഭ തീർന്നു. സഭ പിടിച്ചു വിട്ടില്ലേ. ഞാൻ ഇത്ര ജനജീവ പ്രശ്നം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. ഞാനതിൻ്റെ അവിടെ നിന്ന് കയറി കാന്റീൻ വന്ന് ചായ കുടിച്ച് കൊടുത്തപ്പോൾ എല്ലാവരും വന്നു, MLA-മാർ. ഞാൻ പറഞ്ഞ സഭയൊന്നും തീരുകയല്ല, ഇനി ചേരാൻ സമ്മതിക്കണം, ഇത് തീരുമാനം ഉണ്ടാകാതെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് കരുണാകരൻ്റെ അടുത്തെല്ലാം ചെല്ലുന്നുണ്ട്. നിയമസഭ അത് പഴയ നിയമസഭയാണ്, ചേർന്ന കരുണാകരൻ്റെ ഓഫീസുണ്ട്, അവിടെയാണ് പുള്ളി ഇരിക്കുന്നത്. അന്ന് സ്റ്റാഫെല്ലാം കൂടെ വന്ന് ഇങ്ങനെ കരുണാകരൻ വിളിക്കുന്നു. ഞാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞ് ഷാരില്ല, അതിച്ച് ചൂടാക്കി ഒരു കാര്യം ചെയ്യും. താൻ എന്നോട് വന്നു, മെയിൻ ഗൺബൈനുണ്ടല്ലോ തടിയൻ, അവിടെ പേര് ഞാൻ പറഞ്ഞത്, നല്ല മനുഷ്യനായി. അയാൾ പറഞ്ഞു താൻ ചെന്ന് ചോറയും കുടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അയാൾ വന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം അത്ര ആഗ്രഹിച്ചിട്ടാണ്. ഞാൻ അവിടുത്തെ പോയി. അവിടെ ചെന്ന് ഞാൻ ഇരുന്നില്ല, ഞാൻ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞു. താൻ പിണങ്ങാതെ ഒന്ന് ഇരിക്കണോ, നമുക്ക് സംസാരിക്കാം. ഞാൻ ഇരുന്നു. തൻ്റെ ആവശ്യമില്ല. ഞാൻ ലീഡറായി, ഞാൻ പോയി കണ്ടതാണ്. ലീഡർ എന്നെ വിശ്വസിക്കാൻ പിന്നെ ആരെ ഇനി വിശ്വസിക്കുന്നത്? ഞാനല്ലേ ഇത് കണ്ടേച്ചു എന്ന് പറയുന്നത്. ഞങ്ങളോട് ദയനീയമാണ്. 10,000 മനുഷ്യന്ന് കരയുക, അത് കണ്ടു വന്നിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങ് ഇതെല്ലാം അടിച്ചിറക്കുന്നു എങ്ങനെ നോക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം എന്നാണെന്നാണ് ഞാൻ പറയുന്നത്. ആ പാവങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ഉദ്ധരിക്കണമെന്നേ, പ്രശ്നം തീർക്കട്ടെ. ലീഡർ അതിൻ്റെ ഉത്തരവാദിത്വം കേൾക്കണം. ലീഡർ എന്ന് വെച്ചാൽ അവരുടെ സംരക്ഷകനാണ്. ഇതാ എൻ്റെ ആവശ്യം തോന്നും. ചീഫ് സെക്രട്ടറി വിളിക്കാൻ പാപ്പറ മുറി ഇരിക്കുകയാണ്. ഇടോ ആ കുരിയർക്ക് അവസാനിപ്പിക്കാൻ പറഞ്ഞത്, തൊടാൻ പാടില്ലെന്ന് കേൾക്കാൻ പറഞ്ഞു. പ്രശ്നം തീർന്നു. ഞാൻ തീർന്നു എന്താ വാദം പോയി എൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് നിയമസഭ തുടങ്ങി. അങ്ങനെ ചെയ്ത കരുണാകരനെ ആ മനുഷ്യനെ മറക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ പുള്ളി. അത് തന്നെയല്ല, ഈ ഇവിടെ നമ്മുടെ നിലയ്ക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടുത്തെ മെത്രാന്മാരെല്ലാം കൂടെ പറയണം, ഒരു അച്ഛന്മാരിൽ ഒരു നേർപ്പേലച്ഛൻ വെച്ച നുണയൊക്കെ പറഞ്ഞ് ഞാൻ ചൂടാക്കിയായിരുന്നു. അത് പിന്നീട് നുണയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ എല്ലാം ചെന്നിച്ച് തിരിച്ച് ഞാനും കല്ലമ്പള്ളിയും കൂടെ ചെന്നിരിക്കുക വഴക്കുണ്ടാക്കാൻ. അപ്പം കരുണാകരന് ചർച്ചയാണ് കിടങ്ങൂർ കൊണ്ട്. അപ്പോൾ എനിക്ക് വലിയ ബോധമില്ല, ക്രിസ്ത്യാനിയെല്ലാം ഇറക്കുന്നുള്ള വികാരം എനിക്ക്. കരുണാകരൻ ഇങ്ങനെ കസേരക്കായി ഇങ്ങനെ കാലിട്ടായിരിക്കുള്ളൂ. അപ്പോൾ നേതാക്കന്മാരെല്ലാം ഉണ്ട്. ഞാൻ അടുത്ത് ഒരു ചെയ്താടോ നോക്കും. ഞാൻ ചെവി കൊടുത്തു, താനേ വേഗം ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പൊക്കോ. ഞാൻ ചായന താൻ പൊക്കോ, അത് ഞാൻ പിന്നെ പറയാം, ഇവിടെ ഇരിക്കണ്ടെന്ന് തോന്നുന്നു, ചർച്ചയ്ക്ക് ഇതാൻ വേണ്ടെന്ന്. എന്നാൽ പോയേക്കാന്നും കൊണ്ട് ഇറങ്ങാൻ വന്ന് ഇങ്ങോട്ട് വന്നേന്ന് ഞാൻ വിളിച്ചു. ഈ കല്ലമ്പള്ളി അങ്ങനെ ഞാൻ പറയും നമ്മുടെ ആളാണ്, എന്നാൽ അവനെയും കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ കല്ലമ്പള്ളി വന്ന് വിളിച്ച് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ എൻ്റെ ദൈവം ഓൾ ഇന്ത്യ ലെവലുള്ള മുഴുവൻ ഫോട്ടോഗ്രാഫേഴ്സും പത്രക്കാരും നിറഞ്ഞു കഴിഞ്ഞു അവിടെ.
ഒന്ന് ആലോചിച്ച്. അന്ന് ഈ കൂട്ടത്തിൽ എൻ്റെ പടം കിട്ടിയിരുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ട് ഞാൻ ചിത്രീകരിക്കപ്പെട്ടത് കരുണാകരനെ രക്ഷിച്ച്. പുള്ളിക്ക് മനസ്സിലായത് ഓൾ ഇന്ത്യ ലെവലിൽ മുഴുവൻ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കംപ്ലീറ്റ് പത്രങ്ങൾ വന്നിരിക്കുക, ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പത്രങ്ങളെല്ലാം വന്നിരിക്കുക. അങ്ങനെ നമ്മളെ വലിയ സഹായം ചെയ്ത മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. ഓക്കെ സാർ, എന്തായാലും ഇത്ര നേരം സാർ ഞങ്ങളോടൊപ്പം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ക്രൈസ്തവ കാര്യങ്ങളെല്ലാം സാർ സംസാരിച്ച് ഇത്ര നേരം ഞങ്ങളോടൊപ്പം പങ്കിട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു അശ്വിൻ, താങ്ക് യു. ചാനലും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഗുഡ്നെസ് അല്ലേ, ഗുഡ്നെസ് എന്ന് പറയുമ്പോൾ പേര് കൊള്ളാം, ഗുഡ്നെസ്. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടാണ് ഈ ചാനലിൻ്റെ പ്രവർത്തനം തന്നെ സന്തോഷമുണ്ട്. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഗുഡ്നെസ് ചാനലിൻ്റെ എല്ലാ സംഘാടകർക്കും അതിൻ്റെ മാധ്യമ സുഹൃത്തുക്കളും എല്ലാം എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അവർക്കെല്ലാം നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.